അൻഹായോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഖൂമി ഫീ ഉളഹിയതിക, നീ നിന്റെ ബലിമൃഗത്തെ ഇറക്കുമ്പോൾ നീയും അവിടെ ഉണ്ടായിരിക്കണം. ഫഷ്ഹദീഹ, നീ അതിനെ സാക്ഷിയാക്കണം. നിന്റെ ബലിമൃഗത്തിന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോൾ നീയും അതിന്റെ അടുക്കൽ സന്നിഹിതയായിരിക്കണം. ഫഇന്നഹ യഗ്ഫിറു ലക ഇൻദ അവ്വല ഖത്രത്തിൻ മിൻ ദമിഹാ കുല്ല ദംബിൻ അമൽതഹു, നീ കത്തിവെച്ച് അതിൽ മുറിവുണ്ടായി നിന്റെ ബലിമൃഗത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആദ്യത്തെ രക്തത്തുള്ളിയിലൂടെ അല്ലാഹു നിന്റെ മുഴുവൻ പാപങ്ങളെയും പുറത്തു നൽകും. അതുകൊണ്ട് അതിന് നീ സാക്ഷിയാകണമെന്ന് പ്രവാചകൻ ഫാത്തിമയോട് പറയുന്നുണ്ട്. അതായത് ഒരു ഷഹീദിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളിയിൽ ഭൂമിയിലേക്ക് പതിക്കുന്നത് അവന്റെ പാപത്തെ പരിശുദ്ധമാക്കുന്നത് പോലെ തന്നെ ഒരു ബലിമൃഗത്തിന്റെ രക്തത്തിലൂടെ ഈ മനുഷ്യന്റെ പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു പവിത്രത കൽപ്പിച്ചാണ് മൃഗത്തെ മാറ്റി നിർത്തണം എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം അതിനെ അറക്കുക എന്നതാണ് പറഞ്ഞത്. നിങ്ങളതിനെ അറുത്തു കഴിഞ്ഞാൽ ആരോടും ചോദിക്കാതെ മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കുന്ന പട്ടിണി പാപങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടാകും. അവർക്ക് നിങ്ങൾ കൊടുക്കണം. ചോദിച്ചു നടക്കുന്ന ആളുകളുണ്ടാകും. ഏതാളുകളായാലും നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി അതിനെ ഉപയോഗിക്കണമെന്നും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബലി എന്തിനു നമ്മൾ ചിന്തിക്കട്ടെ. ബലി നടത്തി ഇവരെ ആളുകളുടെ വെറുതെ ശരീരസേവകളെ പരിഹരിക്കാൻ വേണ്ടി ഓരോന്നും പണ്ടുണ്ടാക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഈ ബലിമൃഗത്തെ അറക്കുന്ന കാര്യങ്ങളുണ്ട്. നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് കുറച്ച് ആഹാര സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരാളുടെ കല്യാണത്തിന് ഉപയോഗിച്ചാൽ അതല്ലേ നല്ലത് ആളുകളുണ്ട്. ഇവന്റെ വീട്ടിൽ 3 നേരം അറച്ചുണ്ടാവും, 2 നേരം ഒഴിവാക്കി 1 നേരം പാവപ്പെട്ട കൊടുക്കാത്തവനായിരിക്കും പറയുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും ഇസ്ലാം ഒരു ശരീഅത്ത് നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നതാണ്. അത് ചെയ്യാതെ വേറെ നന്മയ്ക്ക് വേണ്ടി പൈസ മാറ്റി വെക്കുക അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 200 രൂപയ്ക്ക് ചെരുപ്പിടുന്ന ആളുകളുണ്ട്. ഇവന് 100 രൂപയ്ക്ക് ചെരുപ്പിടാം. അങ്ങനെ 100 ഒരാൾക്ക് സക്കാത്തായിട്ട് കൊടുക്കാം. 3 നേരം ആഹാരം കഴിക്കുന്നവർ 2 നേരം ആഹാരം കഴിച്ചിട്ട് 1 നേരത്തിന്റെ പൈസ എടുത്തിട്ട് പാവപ്പെട്ടവർ കൊടുക്കുക. ഇതൊന്നും ചെയ്യൂല. ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങൾ പൈസ മുടക്കി ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും അതിന്റെ കാര്യം പറയുമ്പോഴേക്കും ഇത് പറയുന്ന ആളുകളുണ്ട്. ഇത്രയും പൈസ മുടക്കി എന്തിനാണ് അത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ? ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ നിയമമായി ചെയ്യണമെന്നുള്ള അതിന്റെ കാര്യം മുടക്കിയിട്ട് കൊടുക്കാനുള്ളതല്ല. ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് അല്ലാഹു സദഖയിൽ സക്കാത്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഈ കർമ്മം ചെയ്യണം. അതുകൊണ്ട് ഉദഹിയത്ത് അത് സാമ്പത്തികമായി ശേഷിയുള്ള आलू मिला लें और उसे 15 मिनट भूनेंगे। उसके बाद थोड़ा पानी डालेंगे। बर्तन को ढक देंगे। 15 मिनट बाद हम उसे खोल के देखेंगे। अभी हमने आलू के साथ बीफ में पानी मिक्स किया। अब उसे 15 मिनट भूनने देंगे।